നീ കരയില്ലേ? എന്നാലും ഞാൻ എന്തോരം ചേച്ചിയാണോ ഒന്നും മനസ്സിലാക്കാനുള്ള. എടാ നിനക്ക് വീട്ടിൽ പോയി മോങ്ങിക്കൂടി, ഇവിടെ കിടന്ന് എന്തിനാടാ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നേ? വീട്ടിൽ കരഞ്ഞാ ശരിയാവൂല. പോട്ടെ പോട്ടെ കരയണ്ട. ഇവനെന്തിനാടാ കരയാനാ? ചെക്കനെ ഈസായിട്ട് ഞാനാട്ടി വിട്ട. നന്നായി. നിനക്കൊക്കെ പ്രാന്താണോ പെണ്ണുങ്ങള് പിന്നെ പോവാൻ? പെണ്ണും പോണില്ലാത്ത നിനക്ക് എന്താടാ ഈ കാര്യം? ഇറങ്ങി പോടാ. പോടാ. ഇത് എന്താ കൊറേ മെസ്സേജിലും പൈസ കൊടുക്കലും? ആർക്കാ എത്ര എടുത്തു കൊടുക്കുന്നേ? എടാ വീട്ടിൽ നിന്ന് മെസ്സേജ് വരുന്നാടാ. വീട്ടുകാർക്കുണ്ട് ഇതിന് മാത്രം എടുത്തു കൊടുക്കാറുള്ളേ. എടാ കുടുംബത്തിന്റെ ഭാരം മൊത്തം നമ്മുടെ തോളത്തല്ലേ? ഏത് തോളിയാ? വീട്ടിൽ ഓടുമാറാൻ വീട്ടിൽ പൈസ ചോദിച്ചപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി നീയാണ് ഈ കഥ പറയണ. പൊന്നളിയാ. എടാ ഇവനാരും പറഞ്ഞ് മനസ്സിലാക്കി ഞാനിപ്പോ വരാട്ടാ. എവിടെ പോകും? അടുപ്പ് വരാം. ആകെ മൊത്തം ഷോക്കുള്ള നമുക്കൊരു ആരുടെ അടുത്ത് അടിച്ചാലോ? ആരെടുക്കാൻ പൈസ എവിടെ ഇരിക്കുന്നു? ഫണ്ട് വരും. എങ്ങനെ വരും? നിനക്കൊക്കെ ആരുടെ വിശ്വസിച്ച് പൈസ വരുന്നേ? ഇതൊക്കെ ഉണ്ടല്ലിയാ. നിനക്ക് അറിയില്ല ഇവനെ. ഇവനെ പേടിച്ചിട്ടാണ് ഇവന്റെ അച്ഛൻ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടു. അതെ അതെ. പറ എന്നാലും എവിടെ പൈസ കിട്ടി? വല്ല അമ്മായിമാരുടെ അക്കൗണ്ട് തുടങ്ങിയോ നീ? ഏയ് നമ്മൾ ആ ടൈപ്പ് എടുക്കാറില്ലളിയാ. പിന്നെ ഉണ്ട്. ആവശ്യം വന്നാലോ പറന്ന്. അച്ഛൻ തന്നെ ആയിരിക്കും. കണ്ണും കാണുന്നില്ല മൈക്കും. നിനക്കൊക്കെ പ്രാന്താണോ പെണ്ണുങ്ങള് പിന്നെ പോവാൻ? അതവനാ. അടിപൊളി. ഇതാണല്ലേടാ നിന്റെ കുടുംബം. അവന്റെ കുടുംബമഹിമ കേട്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇവനായിരിക്കും ഇതിനെല്ലാം കാരണം. അപ്പൊ അവനീ രാത്രി വിളിക്കുന്ന മുത്ത് എന്തോ